പ്രൈസ് ദി ലോർഡ്. വചനദീപ്തി ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ജെറമ്യ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ, വഴി തെറ്റിയവൻ തിരിച്ചു വരാതിരിക്കുമോ? പിന്നെ എന്തുകൊണ്ടാണ് ഈ ജനം എന്നോടിങ്ങനെ മറുതലിക്കുന്നത്? ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വചനം പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ചത്? വീണവൻ എഴുന്നേൽക്കുകയില്ലേ എന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വീണു, കാല് തട്ടി വീണു, ആളുകളുടെയൊക്കെ ഇടയിലോ അല്ലെങ്കിൽ ടൗണിലോ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് നോക്കും, ആരെങ്കിലും കണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് നമ്മൾ ചാടി എഴുന്നേക്കാൻ പറ്റുകയില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പിന് വിളിക്കുകയുള്ളൂ, അല്ലേ? സാധാരണഗതിയിൽ ഇപ്പോൾ പിള്ളേരാണെങ്കിൽ പോലും വീണ് ആരും കണ്ടില്ലെങ്കിൽ ചാടി എണ്ണീറ്റ് പോന്നു കളയും. ദൈവം അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. ഒരാൾ പാപത്തിൽ വീണാൽ, തിന്മയിൽ വീണാൽ, ലോകമോഹങ്ങളിലേക്ക് പോയാൽ അതിക്കടക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് കർത്താവ് ഇങ്ങനെ ഒരു വചനം പ്രവാചകനിലൂടെ പറയുക. വീണവൻ എഴുന്നേൽക്കുകയില്ലേ, വഴിതെറ്റിപ്പോയാൽ. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടേലൊക്കെ യാത്ര പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വഴിതെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ പോകേണ്ട വഴിക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ നമ്മൾ ശരിക്കും പോകേണ്ട ലൊക്കേഷൻ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളോട് നീ റോങ് ആണ് പോകുന്നത്, യൂ ടേൺ എടുക്ക്, ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരും നമുക്ക്. അതനുസരിച്ച് നമ്മൾ തിരിഞ്ഞു പോകുന്നില്ലെങ്കിലോ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല. നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകേണ്ടവരാണ്. ബൈബിളിൽ നമ്മൾ വായിക്കുന്നില്ലേ, ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നൊക്കെ എഫോസസ് ലേഖനം 1:4. ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ യേശു ക്രിസ്തുവിൽ സൃഷ്ടിച്ചു. നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വന്നു ദൈവത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് മടങ്ങേണ്ടവരായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനഭാഗത്ത് തന്നെ ജെറമ്യ പ്രവചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? ആകാശത്തിൽ പറക്കുന്ന കൊക്കിനും മീവൽ പക്ഷിക്കും ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ തിരിച്ചുവരവിൻ്റെ സമയം അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ജനം ഒടുങ്ങാത്ത മത്സരത്തോടെ എന്നോട് മറുതലിക്കുന്നത്? ഞാൻ അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. അവർ വ്യാജമാണ് പറഞ്ഞത്, സത്യമല്ല. കാരണം അവരാരും തൻ്റെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുന്നില്ലെന്നൊക്കെയാണ് ദൈവം തുടർന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പക്ഷികൾ പോലും നമുക്കറിയാം, ഇങ്ങനെ പക്ഷികളൊക്കെ 1300 10,000 കിലോമീറ്ററും ഒക്കെ യാത്ര ചെയ്ത് കറക്റ്റായിട്ട് പോയ സ്ഥലത്ത് നിന്ന് തന്നെ തിരിച്ചു വരുന്നു. അവരെവിടുന്ന് വന്നോ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ദേശാടന കിളികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം അതാ പറയുന്നത് കേട്ടോ. ദൈവം പറയുന്നത് എന്താണ്? ഈ ആകാശത്ത് പറക്കുന്ന ഓരോ പക്ഷികൾക്ക് പോലും അതിൻ്റെ തിരിച്ചുവരവ് ഒക്കെ നന്നായിട്ടറിയാം. ഏത് വസന്തകാലത്ത് വരണോ, ഗ്രീഷ്മകാലത്ത് വരണോ, ശിശിരത്തിൽ തിരിച്ചു വരണോ, ഇതൊക്കെ ഈ കിളികൾക്കറിയാം. എന്നാൽ എൻ്റെ മക്കൾക്ക് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ, അത് മാത്രമാണോ? യോഹന്നാൻ്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കും, അവനിൽ വിശ്വസിച്ചവർക്കും അവൻ്റെ നാമം സ്വീകരിച്ചവർക്കും അവിടുന്ന് ദൈവമക്കളാവാൻ കഴിവ് നൽകിയെന്ന്. അങ്ങനെയാണെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ, യേശു ക്രിസ്തുവിൻ്റെ നാമം സ്വീകരിച്ച നമ്മൾ, അതെന്താണ്? ക്രിസ്ത്യാനികളായ നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന തെറ്റുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളല്ലേ. ഏത് മാതാപിതാക്കന്മാരാണ് അവരുടെ മക്കൾ അവരോട് കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തത്? മനുഷ്യരായ നമ്മൾ മാത്രമല്ല, ഒരു പൂച്ചയാണേലും ഒരു പട്ടിയാണെങ്കിലും ഒരു കന്നുകാലിയാണേലും അതിൻ്റെ കുഞ്ഞിനെ കണ്ടില്ലേ കരയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണേൽ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചതോ? അങ്ങനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുക മാത്രമല്ല, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് എൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ തന്നെ ബലിയായി നൽകിയ ദൈവം. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന് അവകാശമില്ലേ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരണമെന്ന്? ജഡികാസക്തിയിലും ലോകമോഹങ്ങളിലും ഒക്കെ പെട്ടിരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലോ ലോകത്തിൻ്റെ ബന്ധനങ്ങളിലോ ലോകത്തിൻ്റെ ആസക്തികളോ അല്ല നമ്മൾ ആയിരിക്കേണ്ടത്. മറിച്ച് നമ്മൾ ദൈവത്തിലേക്ക് ചേർന്നിരിക്കേണ്ടവരാണ്. അതിനാണ് തിരിച്ചു വരാനായിട്ട് പറയുക. ഇപ്പോൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ റിട്രീറ്റ് പങ്കെടുക്കാനായിട്ട് പോകുന്നു, ഒരു തിരിച്ചുവരവാണ്. അത് എന്തിലേക്കുള്ള തിരിച്ചുവരവ്? ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവ്. അപ്പോൾ പാപത്തിൽ വീണ മനുഷ്യൻ, കഴിഞ്ഞ പ്രാവശ്യം
ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ ഡിവൈനിൽ മദ്യപാനികൾക്ക് വേണ്ടി തന്നെ ഒരു ധ്യാനവും ശുശ്രൂഷ ഉണ്ട് കേട്ടോ. ഇപ്പോഴേ നിങ്ങളുടെ ആരെങ്കിലും മദ്യപാനികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നിയന്ത്രിക്കാനും നോക്കാനും നന്നാക്കാനും പറ്റുന്നില്ല എങ്കിൽ, ഇനിയിപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ മദ്യപാനത്തിൻ്റെ ബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിവൈനിലേക്ക് വരാം കേട്ടോ. ഡിവൈനിൽ ഡി അഡീഷൻ സെൻ്റർ ഉണ്ട്. അവിടെ നമ്മൾ ഇച്ചിരി പൈസ കൊടുത്താണ് അവിടെ ട്രീറ്റ്മെൻറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവോട് കൂടിയ ഒരു സെൻ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിവൈനിൽ മരിയൻ കൂടാരം എന്ന് പറഞ്ഞൊരു സെൻറ്ററിൽ നമ്മൾ മദ്യപാനികളെ നമ്മൾ പ്രാർത്ഥനയും വചനമൊക്കെ ആയിട്ട് ശുശ്രൂഷിച്ച് അവർക്ക് നല്ലൊരു മാനസാന്തരത്തിലേക്കും ഒരു കൃപാജീവിതത്തിലേക്ക് വരാനുള്ള സഹായമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 6 മാസം മുമ്പ് മദ്യപാനമൊക്കെ നിർത്തിപ്പോയ ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം 6 മാസം വരെയൊക്കെ പിടിച്ചു തന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, തിരിച്ചു വന്നോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ എന്നോട് അദ്ദേഹം വലിയ പശ്ചാത്താപത്തോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ ഈസ്റ്ററിന് വീണുപോയി. എന്നാ അർത്ഥം? ഈസ്റ്ററിൽ പോയി കുടിച്ചു, പക്ഷേ അയാൾ ഈസ്റ്ററിന് മദ്യപിച്ചെങ്കിൽ പിന്നെ അയാൾ അവിടെ എന്നാൽ പിന്നെ നമ്മൾ പറയാറുള്ളവിടെ ഒരു സാധാരണ നാട്ടുകാർ പറയാറില്ലേ, വീണയുടെ മിഷൻ ലോകം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കിടന്നൊന്നുമില്ല ഈ മനുഷ്യനെ. ആൾ പാപത്ത് വീണു, മദ്യപിച്ചു എന്ന് മനസ്സിലായപ്പോഴേ അയാൾ പിറ്റത്തെ ആഴ്ച തന്നെ ഡിവൈനി വന്നു. വീണ്ടും ധ്യാനം കൂടി. പിന്നെ അയാൾ DDS അവിടെ ധ്യാനിച്ച് ആൾ മരിയൻ കൂടാരത്തിലിരുന്ന് അയാൾ റിലീഫാകുവാണ്. അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം, മദ്യപാനത്തിൽ നിന്ന്. ഇത് തന്നെ ദൈവം ഉദ്ദേശിക്കുന്നത്. നീ പാപത്തിൽ വീണു പോയെങ്കിൽ, അത് ഏത് പാപത്തിലാണെങ്കിലും നീ വീണു പോയെങ്കിൽ ഒരു പ്രലോഭനം ഉണ്ടായി വീണു പോവുക സ്വാഭാവികം. എന്നാൽ അതിൽ തന്നെ അങ്ങോട്ട് പൂണ്ട് കിടക്കുവല്ല, തെളി വീണ കല്ലുപോലെ ആ പാപത്തിൽ ഏതായാലും പാപം ചെയ്തു എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ ഒരു രീതിയല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നീ ഒരു പാപത്തിൽ വീണാൽ, നീ ഒരു ബന്ധനത്തിലായിപ്പോയാൽ, നിനക്കൊരു ഒരു ആസക്തിയുടെ ഒരു പ്രലോഭനം ഉണ്ടായാൽ നീ അതിൽ കിടക്കുവല്ല ചെയ്യേണ്ടത്. നീ അതിൽ നിന്ന് എഴുന്നേൽക്കണം. ധൂർത്തപുത്രൻ പന്നിക്കുഴി പോയി കിടന്നിട്ട് എഴുന്നേറ്റതുപോലെ, അവന് സുബോധം ഉണ്ടായതുപോലെ, പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് അവന് ഓർമ്മയുണ്ടായതുപോലെ നമുക്ക് നമ്മുടെ സ്നേഹമുള്ള ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. കാരണം എന്താണ്? റോമ 8:32 നമ്മൾ വായിക്കും, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന പിതാവാണ്. അത്രമാത്രം സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് അല്ലേ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചെന്ന അത്രയും സ്നേഹപൂർണനായ ആ പിതാവിനെ ഒന്ന് ഓർക്കണം. പാപത്തിൻ്റെ വീഴ്ചയിൽ ഞാൻ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. കൺവെൻഷനായിരുന്നു, വലിയൊരു കൺവെൻഷനായിരുന്നു. നായിക്കുമ്പോൾ വെച്ചാൽ അങ്ങനെ വലിയ ഡിവൈനിലെ വൈദികരൊക്കെ നടത്തിയ ഒരു വലിയ കൺവെൻഷൻ. അതിൽ ഞാനും ഉണ്ടായിരുന്നു ശുശ്രൂഷയ്ക്കായി. കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നൊരു 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി, ഒരു 10-60 വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളൊരു സഹോദരിയെ ഞാൻ ഡിവൈനി വെച്ച് കണ്ടു. അവരെൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവേ ധ്യാനിപ്പിക്കാൻ വന്നില്ലായിരുന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ധ്യാനം നടന്നിട്ടാണ്, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ധ്യാനിക്കാൻ വന്നത് എന്നാ? അപ്പം പറഞ്ഞു, സിസ്റ്ററെ ഞാൻ അവിടെ വെച്ചൊരു വചനം കേട്ട വചനം ഏതാ? ഈ വചനമാണ്, വീണവൻ എഴുന്നേൽക്കുകയില്ലേ എന്നുള്ള വചനം. അതവർ കേട്ടു. അവരുടെ ജീവിതത്തിൽ അവർക്കതൊരു വലിയ മനസ്താപത്തിന് കാരണമായി. കാരണം ആ സഹോദരി എന്നോട് പറയുക, സിസ്റ്ററെ എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അറിയാൻ മേല, അങ്ങനെ ബൈബിളും വചനമൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു സിസ്റ്ററെ, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കെട്ടിയവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിപ്പനും അമ്മായിമ്മയും മരിച്ചുപോയ വീടാണ്, അനിയനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിന് വലിയ കഴിവൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല. അനിയനാണെങ്കിൽ നല്ല മിടുക്കൻ, വണ്ടി ഓടിക്കും, റബ്ബർ തോട്ടത്തിലെ എല്ലാ കാര്യവും ചെയ്യും, പൈസേൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എൻ്റെ അനിയനായിരുന്നു. ഞാൻ എൻ്റെ ഉള്ളിലുള്ള ദുർമോഹം അവനെ വശീകരിച്ചു. ഞാൻ പിന്നെ അവനെ കല്യാണമൊന്നും കഴിപ്പിച്ചില്ല. അവൻ്റെ ആർക്കും അറിയാൻ പാടില്ല അനിയൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ ജീവിച്ചു പോയി. ഇപ്പോൾ 10-30 പിള്ളേരെല്ലാം വലുതായി, കല്യാണം കഴിച്ചിട്ട് ഗുണപ്പെടുന്നില്ല, ജോലി കിട്ടുന്നില്ല, ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് എന്താ ഇതിൻ്റെ കാരണമെന്ന് അറിയാൻ പാടില്ല. ഓരോ പ്രശ്നം വന്നപ്പോൾ ചിലർ പറഞ്ഞു വീടിൻ്റെ വാസ്തു ശരിയാകാത്തത് കൊണ്ടാണ്, ചിലർ പറഞ്ഞു പിള്ളേരുടെ നാളിൻ്റെ പ്രശ്നമോ, അല്ലെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ആരാണ്ട് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുക, അങ്ങനെ അതിനുള്ള പ്രശ്നമാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാം ചെയ്തു. പക്ഷേ ആ കൺവെൻഷനിൽ വെച്ച് എനിക്ക് മനസ്സിലായ സിസ്റ്ററെ എൻ്റെ പാവമാണെന്ന്. എന്നിട്ട് ആ ചേട്ടത്തി പറയുക, വചനത്തിൽ കേട്ട ഒരു കാര്യം, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഭർത്താവിനെ വഞ്ചിച്ച് അന്യനിൽ നിന്ന് ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന സ്ത്രീകൾ അവരുടെ കുടുംബം അങ്ങ് നശിപ്പിച്ച് കളയുകയാണെന്ന് ആ വചനം പറയും കേട്ടോ. അവിടെ നമ്മൾ വായിക്കുക, അവരുടെ മക്കൾ വേര് പിടിക്കുകയോ ശാഖ ഫലം പുറപ്പെടുവിക്കുകയില്ല. വ്യഭിചാരിയുടെ മക്കൾ വേര് പിടിക്കുകയോ ശാഖ
ഫലം പുറപ്പെടുവിക്കുകയില്ല. അവളുണ്ടാക്കിയ സന്താനങ്ങൾ ഒരിക്കലും രക്ഷയിലേക്ക് വരികയില്ല. അപ്പം ആ ചേടത്തി പറയും എന്നോട്, എൻ്റെ പൊന്നു സിസ്റ്ററെ, എനിക്ക് മനസ്സിലായി എൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ ചെയ്ത ഈ വലിയ വലിയ മാരക പാപത്തിൻ്റെ ശിക്ഷയാണ് എൻ്റെ മക്കൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് ധ്യാനിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. എനിക്ക് നാട്ടിലും മറ്റും സംസാരിക്കാൻ പറ്റില്ല, ഞങ്ങൾ വലിയ വീട്ടുകാരായതുകൊണ്ട്. ഞങ്ങളെ എല്ലാ അച്ഛന്മാരും പറയും ഞാൻ എങ്ങനെ പറയും അനിയൻ്റെയും ചേട്ടൻ്റെയും കൂടെയാണ് ഞാൻ ജീവിച്ചതെന്ന്. എൻ്റെ അനിയനാണെങ്കിൽ നല്ലവനായിട്ടാണ് നാട്ടുകാരെല്ലാം വിചാരിക്കും. ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന നല്ലവൻ എന്നുള്ള രീതിയിൽ എൻ്റെ അനിയൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതൊന്നും കളയാനൊന്നും പറ്റുമൊന്നുമില്ല ഞാനും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടത്തി നിന്ന് കരയുന്ന ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില പാപത്തിൻ്റെ ചെളിക്കുഴിയിലൊക്കെ നമ്മൾ വർഷങ്ങളായി കിടക്കും. സ്വയംഭോഗത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ, അല്ലെങ്കിൽ അതെങ്കിലും മോഷണത്തിൻ്റെ, അല്ലെങ്കിൽ പരദൂഷണത്തിൻ്റെ, ഏഷ്ണിയുടെ, കലകത്തിൻ്റെയൊക്കെ ഈ ചെളിക്കുഴി കിടന്നിട്ട് ഞാൻ ചെളിക്കുഴിയിലാണ് കിടക്കുന്നതെന്ന് ബോധ്യമില്ലാതെ ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായി ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിനൊക്കെ ഈശോ പറയുക വെള്ള പൂശിയ ശവകുടീരം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. പുറമേ നല്ല രീതിയിൽ ആളുകളൊക്കെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, കണ്ടു കഴിഞ്ഞാൽ വലിയ കുടുംബം, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നു, ധ്യാനമായ ധ്യാനം, പള്ളിയായ പള്ളി, ധ്യാനമന്ദിരമായ ധ്യാനമന്ദിരം, എല്ലാം കയറി ഇറങ്ങുന്നു, എല്ലാവരും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു പോകുന്നതെന്നൊക്കെ വരുമ്പോൾ നമുക്കൊരു കുഞ്ഞ് ആത്മശോധനയൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ പ്രിയപ്പെട്ടവർ? എവിടെയെങ്കിലുമൊക്കെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാ തകർച്ചയുടെയും എല്ലാ പ്രശ്നത്തിൻ്റെയും, ഇപ്പോൾ പിള്ളേരുടെ ജീവിതം നശിച്ചു പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ എല്ലാ കാരണങ്ങളും ഒന്നും ഇതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചില കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരെണ്ണത്തിനെ ബേസ് ചെയ്ത് എല്ലാവരുടെയും തകർച്ചയുടെ കാരണം ഇങ്ങനെയുള്ള പാപം ഉള്ളത് കൊണ്ടാണ് വിലയിരുത്തി നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ തെറ്റിദ്ധരിക്കാനോ ഒന്നും പോകാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾക്കാണ് വചനം കേൾക്കുമ്പോൾ മനസ്സിലാകേണ്ടത് എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം ആരും കൂടോത്രം ചെയ്തൊന്നുമല്ല, എൻ്റെ പാപമാണെന്ന് തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ ചിന്ത കിടക്കുന്നത് എന്താണെന്നറിയാമോ? പൂർവികരുടെ ശാപം മൂലമാണ് ഞങ്ങളുടെ കുടുംബം തകർന്നു പോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് കാരണം പൂർവികർ അവർ 1-ാം പ്രമാണം ലംഘിച്ചു, അല്ലെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. കാരണം മാതാപിതാക്കന്മാരുടെ തെറ്റിന് 3-4 തലമുറ വരെ ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് ഞാൻ. ഈ വചനമൊക്കെ കറക്റ്റ് തന്നെയാണ്. എന്നാലും ആ വചനത്തിൻ്റെ തൊട്ടടുത്ത വചനം എന്താ പറയുന്നത് നിങ്ങൾക്കറിയാവോ? മാതാപിതാക്കന്മാരുടെ നന്മയ്ക്ക് 1000 തലമുറ വരെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മാതാപിതാക്കന്മാരുടെ തെറ്റ് മൂലം 2-3 തലമുറ വരെ ശിക്ഷയെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ ആരെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയാണ് നമ്മുടെ ദൈവം എന്ന് മറക്കരുത്. അതുകൊണ്ടായിരിക്കണം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുക എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് എസെക്കിയേൽ പ്രവാചകനിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിത് വായിക്കുമ്പോൾ, ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അയ്യോ അത് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞതല്ലേ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ബൈബിളിൽ നമ്മൾ വായിക്കുന്ന എന്താണ്? ഹെബ്രായ ലേഖനം 1:1 പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് വിവിധ ഘട്ടങ്ങളിലും രീതികളിലും പ്രവാചകന്മാർ വഴിയായി സംസാരിച്ചു. ദൈവം പൂർവ്വകാലങ്ങളിൽ, ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാർ വഴിയൊക്കെ ദൈവം നേരിട്ട് തന്നെ സംസാരിച്ചതാണ്. അത് നമ്മൾ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ അത് പറയും അല്ലേ എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, അത് പഴയ നിയമം പറഞ്ഞു, അങ്ങനെയൊന്നല്ല. ഓരോ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അപകടകരമായ മനസ്താപത്തിലേക്ക് വരാത്തൊരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ എസെക്കിയേൽ പ്രവചനം 18:1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ഞാനാണ് പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്നുള്ള പഴമൊഴി നിങ്ങൾക്ക് ഇനി ഇസ്രായേലിൽ ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്താ? പിതാവിൻ്റെ ജീവൻ പോലെ പുത്രൻ്റെ ജീവനും എനിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ദൈവം പറയുക. ദൈവം യേശുക്രിസ്തുവിനെ, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത് എന്തിനാണ്? നമ്മൾ വായിക്കും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷ വിധിക്കാനല്ല, പാപികളെ രക്ഷിക്കാനാണ് പുത്രനിലൂടെ. അങ്ങനെയാണെങ്കിൽ പാപിക്ക് വരെ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുണ്ടെങ്കിൽ പിതാവിൻ്റെ തെറ്റിന് പുത്രനെ ശിക്ഷിക്കുമോ ദൈവം? ഒരിക്കലുമില്ല. യേശുക്രിസ്തു വന്നത് തന്നെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അനുദപിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൻ തെറ്റ് ചെയ്ത അപ്പൻ അനുദപിക്കുക, മകൻ തെറ്റ് ചെയ്ത മകൻ അനുദപിക്കുക, ആ പാപം ഉപേക്ഷിക്കുക. അതാണ് ദൈവം ഉദ്ദേശിക്കുക. ആരാണ് ആ പാപത്തിൽ വീണിരിക്കുന്നത് അവരാണ് മനസ്സിലാക്കേണ്ടത്, എനിക്കിന്ന ഒരു പാപ വീഴ്ചയുണ്ട്, അത് ഞാൻ മാറണം, എന്നാലേ എൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചേട്ടത്തി അവിടെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും വലിയൊരു പാപത്തിൽ വീണ്ട് അത് തിരിച്ചറിയാതെ വർഷങ്ങളായിട്ട് ജീവിക്കുക. എന്നിട്ട് ചേട്ടത്തി പോകുമ്പം പറയും, ഇനി ഞാൻ എന്നാ ചെയ്യും ദൈവമേ, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചേട്ടത്തിക്ക് തന്നെ അറിയാൻ പാടില്ല എന്ന് ചേട്ടത്തി പറയുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുക, നമ്മുടെ ജീവിതത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യണം, അല്ലേ? കർത്താവ് പറയുന്നില്ലേ, ജെറുസലേമിനെ വിളക്കും എടുത്തുകൊണ്ട് വന്ന് ഞാൻ പരിശോധിക്കുമെന്ന്. ദൈവം നമ്മളെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിളക്കാണ്. കർത്താവിൻ്റെ വചനം നമ്മുടെ വഴിയിൽ പ്രകാശവും പാദങ്ങൾക്ക് വിളക്കുവാണെന്ന് കേട്ടില്ലേ? അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ ഒന്ന് പരിശോധിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റി പോയിട്ടുണ്ടോ, വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് ദൈവം തരുന്ന അവസരങ്ങളെ മുതലെടുക്കണം. അതാണ് ദൈവം പറയുക. അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ജോയൽ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ, 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിലാണ് പറയുക, ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും നെടുവീർപ്പോടും വിലാപത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടതെന്ന്. അപ്പം പഴയ കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു. നിനവേ നിവാസികളൊക്കെ കടലിൽ അനുതപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കും. എങ്ങനെയാണ് അവർക്ക് അനുതാപമായപ്പോൾ അവർ രാജാവ് വരെ വസ്ത്രം കീറി നല്ല ചാക്ക് വസ്ത്രമൊക്കെ ധരിച്ചെന്നാണ് പറയുന്നത്. എളിമപ്പെടുക അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വസ്ത്രം വലിച്ചു കീറിയിട്ടുള്ളൊരു എളിമപ്പെടിനേക്കാളും പ്രധാനപ്പെട്ടത് ഹൃദയം മറ്റെന്തിനേക്കാളും എല്ലാം ദുഷിച്ചതാണ്. ശോചനീയാമണ്ണം അത് ദുഷിച്ചു പോയ ഹൃദയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പാപം ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഹൃദയം കീറുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ വിലാപത്തോടും നെടുവീർപ്പോടും ഉപവാസത്തോടും കൂടെ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നമുക്കറിയാം, വിഭൂതിയുടെ അന്നൊക്കെ നമ്മൾ വന്ന് ഉപവാസമാണ്, നെറ്റിയെ ചാരമൊക്കെ പൂശി നമ്മൾ ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെയാണ് നമ്മൾ നോമ്പുകാലത്തൊക്കെ നമ്മൾ നോമ്പുകാലത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെയാണ് ഈ വചനം പറയുക. ജോയൽ പ്രവചനം 2:12 മുതലുള്ള വാക്യങ്ങൾ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരണം, മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഈശോ പറയുന്നില്ലേ? അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് സാധിക്കാതെ വന്നു, ഈശോ വന്ന് അവനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പത്രോസിനെയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അവനെ സുഖപ്പെടുത്താൻ പറ്റാതിരുന്നത്? അതിന് ഈശോ പറഞ്ഞ മറുപടി എന്താണ്? ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ ഇങ്ങനെയുള്ള വർഗ്ഗമൊക്കെ പുറത്തു പോകുകയുള്ളൂ എന്ന്. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ സത്യത്തിൽ ആരാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ, അത് സാത്താനാണ്. അപ്പോൾ സാത്താൻ്റെ ഈ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കണ്ണീരോടും വിലാപത്തോടും അനുതാപ കണ്ണീരോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അവിടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്നൊരു ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ശോധന ചെയ്യുകയും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാനസാന്തരത്തിലേക്ക് വരാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തോട് ചേർന്നിരിക്കുക. കർത്താവിൻ്റെ വഴിയിലൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. നിൻ്റെ വഴിയും നിൻ്റെ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? നമ്മൾ കാണും അപ്പോസ്തല നടപടി പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സാവൂള് എല്ലാ വിശ്വാസം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ വധിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ദമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ അവിടെ വിശ്വാസത്തിന് വ്യതിചലിപ്പിക്കാനും അവരെ പീഡിപ്പിക്കാനുമായിട്ടുള്ള അധികാരപത്രം മേടിച്ച് പോകുമ്പോഴാണ് അപ്പോസ്തല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കും 9:3 പെട്ടെന്ന് സ്വർഗത്തിനൊരു പ്രകാശം സാവൂളിൻ്റെ മേൽ വന്ന് പതിക്കുകയും തീവ്രത കൊണ്ട് കാഴ്ച പോവുകയും അദ്ദേഹം നിലത്ത് വീഴുകയും നിലത്ത് വീണിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നീ ആരാണ് കർത്താവെ, അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണെന്നൊക്കെ മറുപടി പറയുന്നതൊക്കെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കും. അപ്പോൾ ക്രിസ്ത്യാനികളെ കൊല്ലാൻ, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ പോയ സാവൂളിൻ്റെ മേൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ, ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങി വന്നപ്പോൾ, ആ പ്രകാശത്തിൻ്റെ വലിയൊരു അഭിഷേകത്തിലേക്ക് സാവൂൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തിലേക്ക് തന്നെയാണ് പിന്നെ തിരിച്ചു വരിക. അദ്ദേഹം പിന്നീട് ഈ ക്രിസ്ത്യാനികളെ കൊല്ലാനോ വിശ്വാസത്തിന് വ്യതിചലിപ്പിക്കാനുള്ള പോക്കൊന്നും അല്ല. പിന്നീട് സാവൂളിൽ നമ്മൾ കാണുക, അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ സാവൂള് പിന്നീട് അനന്യാസ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു കയ്യൊപ്പ് ശുശ്രൂഷയൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ തിരിച്ചു കിട്ടി. അദ്ദേഹം അവസാനം സുവിശേഷകനായി മാറി. അതാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയവൻ
ദൈവത്തിലേക്ക് തിരിച്ചു വരികയാണ്. പഴയ നിയമത്തിലെ യഹോവയാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവാണ് നമ്മുടെ ദൈവമായിട്ട് മാറുന്ന നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ ദൈവം യേശുക്രിസ്തുവാണ്. അപ്പം നമ്മൾ യേശുക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവ്, മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാം, പുതിയ മനുഷ്യരായി നമുക്ക് മാറാം. പറയുന്നില്ലേ എഫെസോസ് ലേഖനത്തിൽ 4:22 നിൻ്റെ വഞ്ചന നിറഞ്ഞ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് ആ പഴയ മനുഷ്യനെ, വഞ്ചനയിൽ നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ആ പഴയ മനുഷ്യനെ ഊരിയെറിഞ്ഞ് ഒരു പുതിയ മനുഷ്യനെ ധരിക്കാൻ പറയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു പുതിയ മനുഷ്യനായി ഞാൻ മാറാൻ മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് പഴയ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് വീണ പാപത്തിൻ്റെ വീഴ്ചകളിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വഴിതെറ്റിപ്പോയ ഇടങ്ങളൊക്കെ തിരിച്ചു വന്ന് നമുക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരാം. നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാനും ദൈവമക്കളായി ജീവിക്കുവാനും നല്ലൊരു കുമ്പസാരം നടത്തുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.